ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസങ്ങളായിട്ട് ഞാനങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇപ്പം എന്താ പറയുക, അങ്ങനെ ഞാൻ റിയാക്ഷൻ വീഡിയോസൊന്നും ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ നമുക്കുള്ളിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോഴത്തെ ജനറേഷൻ പോകുന്ന ഒരു പോക്ക്. നമുക്കൊരിക്കലും ജനറേഷന് മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ള റീസെൻ്റ്ലിയുള്ള ഇപ്പം അഫാൻ്റെ കാര്യമായാലും ഷഹബാസിൻ്റെ ചെറിയ മോൻ്റെതല്ലേ, 15 വയസ്സെന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ചെറിയ കുഞ്ഞാങ്ങളമാരെ പോലത്തുള്ള പ്രായം. ഈ സമയത്തിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അത് മാത്രമല്ല, നമ്മളിപ്പം ഈ ഇടയ്ക്കായിട്ട് ഈ ഉമ്മാനെ കഴുത്തറുത്ത് കൊന്നു, ഉപ്പാനെ കഴുത്തറുത്ത് കൊന്നു, അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. യൂട്യൂബ് തുറക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് മറ്റേ അഫാൻ പോയ വഴികൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കൊറോണ വൈറസിൻ്റെ ആ ഒരു ഇതുപോലെ പോയ വഴികൾ കണ്ടുപിടിച്ചിട്ടോ കാര്യങ്ങളൊന്നും നമുക്കിനി കാര്യമില്ല. നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫാൻ ചെയ്ത കാര്യം ഏറ്റു പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആരും കണ്ടുപിടിച്ചിട്ടില്ല, അവൻ തന്നെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ. സോ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ റീസൺ, അത് നമുക്ക് എങ്ങനെ അത് എന്താ പറയുക, എവിടെയാണ് നമുക്ക് പറ്റിയിരിക്കുന്ന മിസ്റ്റേക്ക്, അത് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം റീസെൻ്റ്ലി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സിമിലറായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം എന്താ പറയുക, എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ്ലി കേട്ടു നമ്മുടെ മമ്മൂട്ടി സാർ ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ ഷഹബാസിൻ്റെ ഇഷ്യൂസിൽ എന്തായാലും നീതി കിട്ടാൻ വേണ്ടിയിട്ട് ആൾ അത്രയും വാക്ക് കൊടുക്കുന്ന പോലെ ഒക്കെ സംസാരിച്ചു. എന്തായാലും അതേപോലെ നമ്മുടെ മോഹൻലാൽ സാറ് ഈ ഇടയ്ക്ക് നമ്മുടെ എന്താ പറയുക നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നുള്ള ആ ഒരു ഇതിൽ പല എന്താ പറയുക വീഡിയോസിലായാലും പല പോസ്റ്റുകളിലായാലും ഒക്കെ ആൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര അങ്ങോട്ട് ലെക്ചേഴ്സിന് എടുത്തു കൊടുത്താലും, അല്ലെങ്കിൽ എത്രത്തോളം റൂൾസ് നമുക്ക് എന്താ പറയുക അവിടെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു നിയമ നടപടിയൊന്നും നമുക്ക് തോന്നില്ല, സംഭവിക്കുമെന്നും തോന്നില്ല. സോ അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയൊരു കാര്യം, എല്ലാവർക്കും അറിയാം, എന്താ പറയുക, മൂവി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക്. അപ്പോൾ നല്ലൊരു സംവിധായകനാണ് നല്ലൊരു ജനറേഷൻ ഇനി നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം നമ്മൾ ഈ 90s അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കുട്ടികളെന്നൊക്കെ പറയുന്നത് നമ്മളും ഇവരൊക്കെ പോലെ തന്നെ, ഇവരുടെ സിറ്റുവേഷനും സാഹചര്യങ്ങളും നമുക്കില്ല അന്നത്തെ പോലെ. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ പലരും നമ്മുടെ മൈൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇവരത്രയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇവർ പോകുന്ന പോലൊന്നും നമ്മൾ പോയിട്ടില്ല. കാരണം മേ ബി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷനിലുള്ള ഫിലിംസൊക്കെ ആയിരിക്കാം. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഫിലിം എന്ന് പറയുന്നത് കൂടുതലും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഫിലിമാണ്. അതിലും കുറേ എന്താ പറയുക ബുദ്ധിമുട്ടും സൈഡ് എഫക്റ്റ് ആയിട്ടും അതിനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ ഇത്ര തീവ്രമായിട്ടൊന്നും കാര്യങ്ങളും വേറൊരാളെ കൊല്ലണതും അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ കൊന്നിട്ട് യാതൊരു എന്താ പറയുക, ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നിട്ട് ഈ കുട്ടികൾക്കൊന്നും തന്നെ യാതൊരു കുറ്റബോധം തോന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. കാരണം സാധാരണ ഏതൊരു ക്രിമിനലായാലും അല്ലെങ്കിൽ ഏതൊരു ഏത് കൊലപാതകം ചെയ്തു വന്നാലും ആൾക്കാർക്ക് പൊതുവേ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ, മണിക്കൂറുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു കുറ്റബോധം തോന്നും. പക്ഷേ ഈ മക്കൾക്ക് അത് തോന്നുന്നില്ല. അങ്ങനെ ഒരു സംഭവം നടന്നു പോയി എന്നുള്ള യാതൊരു കുറ്റബോധവും തോന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇവർ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിനോട് ആൾക്കാർക്ക് കുറേ ഒരു എന്തോ ഒരു ഇമ്പം ഉണ്ടെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അത് അവർക്ക് കിട്ടിയത് ആ ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു തോട്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫിലിം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഇപ്പം റീസെൻ്റ്ലി ഒത്തിരി ഫിലിം ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഈ അഫാൻ്റെ ആ ഒരു ഇതും ഒരു ഡെത്തും ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു ഫിലിം ഞാൻ പറയുകയാണെങ്കിൽ എനിക്കറിയില്ല, ബുദ്ധിമുട്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, പണി എന്ന് പറഞ്ഞൊരു മൂവി ഇട്ടുണ്ടല്ലോ. ആ ഒരു വളരെ നോർമലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്രയും എന്താ പറയുക മേഡേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പം അതെനിക്ക് സിമിലറായിട്ട് തോന്നി. ബൈക്കിൽ പോകുന്നതും ആ ഒരു ബാഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്നതും എല്ലാം നോക്കിയിട്ട് എനിക്ക് തോന്നിയതാണ് പേഴ്സണലി. എനിക്കറിയില്ല അതിന് എത്രത്തോളം ഒരു പ്രസക്തി ഉണ്ടെന്നൊന്നും അറിയില്ല. എന്നാലും ആ ഒരു ഫിലിമിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇതിൽ എത്രത്തോളം വന്നെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്താ പറയുക, ഇപ്പം എനിക്കിതാണ് എൻ്റെ ഒരു തോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഒരു സംവിധായകന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ജനറേഷനെ മാറ്റിയെടുക്കാൻ സാധിക്കും. മേ ബി 2 3 ഫിലിം ഇറക്കിയത് കൊണ്ട് ചിലപ്പം ഇപ്പോഴത്തെ ജനറേഷൻ പോയിട്ട് കാണണമെന്നില്ല.
മേ ബി ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രി ആയാലും ബിസിനസ്സാണ്. അവർക്ക് ചിലപ്പം അതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പം കാരണം യങ്സ്റ്റേഴ്സ് ആണല്ലോ കൂടുതലുള്ളത്, അവർ പോയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അവരെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള നഷ്ടങ്ങളൊക്കെ അവർക്ക് കാണുമായിരിക്കും. പക്ഷേ നമുക്കൊരു വലിയ സമൂഹത്തിന് തിരിച്ച് കിട്ടാൻ പോകുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു തോട്ടുള്ള ഫിലിമും എല്ലാ ഇൻഡസ്ട്രിയിലും ഞാൻ പറയണം, മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിലും തന്നെ, നമ്മുടെ ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ ഫിലിം ഇൻഡസ്ട്രീസിലും തോട്ട് എന്ന് പറയുന്നത്, കാരണം എല്ലാ ഭാഗത്തും മക്കളുണ്ട്. അപ്പം ഈ വില്ലൻ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ഈ വില്ലൻ ക്യാരക്ടേഴ്സിനെ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രഗ് കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം വളരെ നോർമലൈസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിനെ എന്താ പറയുക അങ്ങനെ സമൂഹത്തിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിലിമിലൂടെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി കൺട്രോൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ ഫിലിമിൻ്റെതാണ് കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. ഫിലിം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഇപ്പം നമ്മുടെ എല്ലാവരും തന്നെ, ഇപ്പം ഈവൻ ഞാനാണെങ്കിലും ഒരു ഫിലിമിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ളതാണ് നമ്മളിപ്പം റീൽസ്, കൂടുതലും ആൾക്കാർ റീൽസല്ലേ കാണുന്നത്. അപ്പം റീൽസിൽ എന്താ ഉള്ളത് നമ്മൾ കിട്ടണ, ഇപ്പോൾ ഫിലിമിലായാലും അതിന് ട്രോളിയിട്ടായാലും അല്ലെങ്കിൽ ഫിലിമിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് എടുത്തിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ കാര്യങ്ങളൊക്കെ വൈറലാവുന്നതും ഇതൊക്കെ. അപ്പം ഇപ്പോഴത്തെ മക്കളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും മക്കളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒത്തിരി നല്ല കുട്ടികളുണ്ട്. 2K കിഡ്സ് എന്ന് പറയുന്നതിൽ ഒരുപാട് മക്കൾ ഈ ഓൾഡ് ആൾക്കാരെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ കാണുന്നതാണ്, വീഡിയോസിൽ വൈറലാവുന്നതാണ്, എല്ലാം നമ്മൾ കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ. കാരണം നമുക്കെല്ലാം കാണാൻ പറ്റും. പണ്ടത്തെ പോലെ ഒന്നും ആരും അറിയാത്തൊരു കാര്യമൊന്നും വരുന്നില്ല, കാരണം എല്ലാം നമുക്ക് അറിയാൻ പറ്റും. സോ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നതാണ് കേട്ടോ, ഈ ഒരു ഫിലിം എന്നുള്ള ഒരു നല്ല സംവിധായകന് മാത്രമാണ് ഇന്ന് നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ സമൂഹത്തിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു തലമുറേനെ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറേനെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ആ ഒരു ഫിലിം അല്ലെങ്കിൽ നല്ലൊരു സംവിധായകൻ അത് പറ്റും എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം മമ്മൂട്ടി സാറ് പറഞ്ഞ പോലെ, മോഹൻലാൽ സാറ് പറഞ്ഞ പോലെ, നമ്മളിപ്പോൾ സാധാരണ ഈ ഞാനോ അല്ലെങ്കിൽ എത്ര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞാലും ചിലപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ അത് ഒരു കയറണമെന്നില്ല. പകരം കുറച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ലൈക്ക് മമ്മൂട്ടി സാറ്, മോഹൻലാൽ സാറ്, അതേപോലെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, അവർ പുറത്തിറങ്ങണം, അവർ പ്രതികരിക്കണം. ഈ എന്താ പറയുക മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കിട്ടണത് വരെ നമ്മുടെ ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് ഇറങ്ങണം പുറത്ത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തായാലും എന്താ പറയുക, എൻ്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇതിങ്ങനെ കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഏതൊരു പൗരനും തോന്നുന്ന ഉള്ളിൽ എന്താ പറയുക തോന്നുന്നു, നമുക്ക് ഒരു പ്രതികരണ ശേഷി ഉണ്ടല്ലോ, ആ ഏതൊരു പൗരനും പൊതുവേ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണം എന്താ പറയുക, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും എന്താ പറയുക പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അതേപോലെ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ തോട്ട്. ഇത്രയും കാര്യങ്ങൾ ഇപ്പം റൂൾസ് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. എബ്രോഡുള്ള ആൾക്കാർ ലൈക്ക് GCC കൺട്രിയിൽ, മെയിനായിട്ട് സൗദി, അതേപോലെ UAE, ഇവിടെയൊക്കെ എന്ന് പറയുന്നത് നമ്മളെ മുന്നിൽ എത്രയോ ഫിസിക്കലി നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെക്കാളും ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ ഈ പറയണ ആഫ്രിക്കൻ ആൾക്കാരും. അങ്ങനെയൊക്കെ പറയണത് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫിസിക്കുള്ള ആൾക്കാരാണ് ഇവർ പോലും ഇവിടെ നിന്ന് അവരെന്ത് ചെയ്താലും അവർ പബ്ലിക്കിനത് ചെയ്യില്ല. അതേപോലെ ആൾക്കാരെ മുന്നിന്ന് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ അങ്ങനെ കേസസ് ഭയങ്കര കുറവാണ്. അതിൻ്റെ റീസൺ എന്താ, കേസസ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഭയങ്കര കുറവാണ്. നമ്മുടെ നാട് പോലെ ഇല്ല, കാരണം നമ്മുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോയാണ് ഇവിടുത്തെ. ആ ഒരു ലോനെ പേടിച്ചിട്ടാണ് അവർ ചെയ്യാത്തത്. അപ്പം ആ ഒരു നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോ നമുക്ക് ഇന്ത്യയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിൻ്റെ കൂട്ടത്തിൽ അതേപോലെ സ്പിരിച്വൽ തോട്ട് ചെറുപ്പത്തിൽ ഏത് മതമായാലും പ്രശ്നമല്ല. നമ്മൾ മതത്തിന് വേണ്ടിയിട്ട് ഈ അടി ചെയ്യണ നേരത്ത് നമ്മൾ ഏത് മതത്തിലാണോ ഉള്ളത് ആ മതത്തിലെ തോട്ട്സ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, അത് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇങ്ങനെ തീവ്രവാദം എന്നുള്ള ലെവലൊന്നും കൊടുക്കണ്ട. പകരം എന്താ പറയുക നെസസറി ആയിട്ടുള്ള ലെവലിൽ ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് ഒരു മനുഷ്യൻ മാറാൻ തരത്തിൽ ഒരു സ്പിരിച്വൽ തോട്ടൊക്കെ ഒരു കുട്ടിക്ക് വേണം. എന്നാലാണ് ആ ഒരു എന്താ പറയുക ഇതൊന്നും ചെയ്യാൻ പാടില്ല, ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാളെ എന്താ പറയുക ഒരു നല്ല ഹ്യൂമൻ ബീങ് അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു തോട്ടുണ്ടല്ലോ, അത് കുട്ടിക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പേടി വേണം. ആ പേടിക്ക് നമുക്ക് എന്തായാലും സ്പിരിച്വൽ തോട്ട് നമുക്ക് ചെറുപ്പത്തിലേ വേണം എന്നുള്ളതാണ്. അതേപോലെ മൂന്നാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഫിലിം ഇൻഡസ്ട്രി, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക നല്ല ബ്രെയിനുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംവിധായകന് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ജനറേഷനെങ്കിലും നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ പോവുകയാണ്. ജസ്റ്റ് പുറത്ത് വന്നപ്പോൾ എനിക്കിങ്ങനെ ഈ ഒരു വൈബിലിരുന്നപ്പോൾ എനിക്ക് പറയാൻ തോന്നി, അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.